ഹായ് ഓൾ. കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതെന്താ ലാലേട്ടൻ ഇൻട്രോയോ? അങ്ങനെ നമ്മൾ ഫൈനലി ജയ്പൂർ എത്തി. ഒരുപാട് നാളായിട്ട് പോവണമെന്ന് ഇത്രയ്ക്ക് ആഗ്രഹിച്ച സ്ഥലം ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ രാജാക്കന്മാരുടെ സ്വന്തം നാടായ രാജസ്ഥാനിലെ ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡൽഹിയിൽ സ്റ്റേ ചെയ്തിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ ഇത്രത്തോളം ആഗ്രഹമുള്ള ജയ്പൂർ സിറ്റി നമ്മൾ എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കുന്നല്ലേ. അപ്പൊ ഈ ഒരു ജയ്പൂർ ട്രിപ്പ് ആരൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും ഷിജിലും പിന്നെ എൻ്റെ 2 ചങ്ക് ഫ്രണ്ട്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ. അവരങ്ങനെയാണ് എനിക്ക് ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ് ലെവൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലുള്ളവർ. എൻ്റെ സ്വന്തം സഹോയും ഷാജുക്കും പിന്നെ ഷാജുഖാന്റെ വൈഫ് മൊമോസും. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടിയിട്ടാണ് ഈ ജയ്പൂർ സിറ്റി ഇറങ്ങാൻ പോകുന്നത്. ഒമാനിൽ വന്ന സഹോനെയും കൂട്ടി ഇവർ 3 പേരും കൂടിയിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേയിൽ നിന്ന് ഡൽഹിയിൽ എത്തിയതായിരുന്നു. അങ്ങനെ അവർ വന്ന് നമ്മൾ ഡൽഹിയൊക്കെ അവരെ കൊണ്ട് കറങ്ങി ആഗ്രയിലോട്ട് പോയി. അവിടെ നിന്നാണ് നമ്മൾ ജയ്പൂരേക്ക് വരുന്നത്. ജയ്പൂരിന്റെ ഐക്കൺ സ്പോട്ടായിട്ടുള്ള ഹവാ മഹലിലോട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കിളിവാതിലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് വിൻഡോസ് ഉള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയ്പൂരിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടാണ് ഹവാ മഹൽ. പണ്ട് കാലത്തെ ജയ്പൂർ സിറ്റിയിലെ ആഘോഷങ്ങളൊക്കെ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജയ്പൂരിന്റെ മറ്റൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സിറ്റി പാലസിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് 5 നിലകളോട് കൂടിയിട്ടുള്ള ഈ ഹവാ മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ 5 പേരും ഒരുപോലെ ഫുഡ് ലവേഴ്സ് ആണ്. അപ്പൊ ജയ്പൂരിൽ എത്തിയിട്ട് ജയ്പൂരിലെ സ്പെഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അങ്ങനെ അവിടെയുള്ള ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന LMB റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ LMB വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. വെജിറ്റേറിയനോട് ആർക്കും അത്രയും അങ്ങോട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് പിടിക്കാൻ കരുതി. ആ ഒരു പ്രദേശത്ത് ഏകദേശമൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോൺ വെജ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങോട്ടേക്ക് ഞങ്ങളിത് ഇലക്ട്രിക് റിക്ഷ എടുത്ത് പോവാണ് കേട്ടോ. ഡൽഹിയിലെ പോലെ ഇവിടെയും ഇലക്ട്രിക് റിക്ഷാസ് നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. അവർ ആദ്യം പറയുന്ന എമൗണ്ട് അല്ലാണ്ട് ഒന്ന് ബാർഗെയിൻ ചെയ്തിട്ട് കയറാൻ വേണ്ടി നോക്കാം കേട്ടോ. രാജസ്ഥാൻ സ്പെഷ്യൽ മട്ടൻ ഹണ്ടിയും നാനും തന്തൂരി ചിക്കനുമാണ് ഒന്ന് ട്രൈ ചെയ്തത്. കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. അവർ ജയ്പൂരിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം ബാംഗ്ലൂരിലോട്ടാണ് ഫ്ലൈറ്റ്, ബാംഗ്ലൂരിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട്. അവർ പോകുന്ന ഒരു വിഷമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്, പ്രത്യേകിച്ച് ഞാൻ. അപ്പൊ ജയ്പൂരിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആയിരുന്നു ഇന്ന്. ഇവിടെ നമുക്ക് റെന്റിന് ബൈക്ക് കിട്ടും, അത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളൊരു ബൈക്ക് റെന്റിന് എടുക്കാമെന്ന് കരുതി. ആദ്യം കാർ എടുത്തിട്ട് പോകാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് സംസാരിച്ച് എല്ലാം സെറ്റ് ആയതിനു ശേഷവും പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും ബൈക്കായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം എല്ലായിടത്തും സജഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ ബൈക്കിലോട്ട് തിരിഞ്ഞത്. നടന്നു പോകുന്നതിനോട്ട് ഈ ഒരു സ്പ്ലെൻഡറാണ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ജയ്പൂർ സിറ്റി ഇനി നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിലൂടെ കാണാം. ഓഫ്ലൈനായിട്ട് ഇതുപോലെ ഒരുപാട് ഷോറൂംസ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഓൺലൈനായിട്ട് എടുക്കാനാണെങ്കിൽ ഈസി റെന്റൽ എന്നാണ് സൈറ്റിന്റെ പേര്. ജയ്പൂരിൽ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ ആക്സസ് ഉള്ള പ്ലേസിൽ പോയിട്ട് റെന്റിന് എടുക്കാവുന്നതാണ്. കൂടാതെ 2 ഹെൽമെറ്റും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2ഉം ചാർജബിൾ ആണ് കേട്ടോ. ഇന്ന് പുലർച്ചയ്ക്കായിരുന്നു ഫ്രണ്ട്സിന്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ യാത്രയാക്കാനൊക്കെ നിന്നിട്ട് നമ്മൾ ഉറങ്ങാനൊക്കെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേക്കാനും അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനും ഓൾറെഡി ലേറ്റ് ആണ്. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ട് ബ്രഞ്ചായിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടേക്ക്. അങ്ങനെ രാജസ്ഥാൻ്റെ ഒത്തൻറ്റിക് ഫുഡ്സ് എവിടെ കിട്ടും എന്നുള്ളൊരു സെർച്ചിനൊടുവിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ മസാല ചൗക്കിലോട്ടാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, അതായത് ഓൾമോസ്റ്റ് ഒരു 30-32ഓളം വരുന്ന ഷോപ്പുകൾ ഒരേ റൂഫിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു സ്പോട്ടിലോട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. ഫുഡിലും കുറേ വെറൈറ്റീസ് ഉണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മളും കണ്ടുപിടിച്ചു. രാജസ്ഥാനിൽ വന്നിട്ട് രാജസ്ഥാൻ സ്പെഷ്യലാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. സ്പെഷ്യൽ ദാൽ ബാത്തി ചൂർമ. പേര് പഠിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു. അപ്പൊ ഇതേ പറഞ്ഞിട്ടുള്ള ആ ഫസ്റ്റ് കിടക്കുന്ന സാധനം സ്പെഷ്യൽ ദാൽ ബാത്തി ചൂർമയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്.
സംഭവം നമുക്കും വലിയ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. തൊട്ട് മുമ്പേ പോയുള്ള ആൾ ഓർഡർ ചെയ്തത് കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ച പോലെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഈ ഒരു ഐറ്റം. ഓഫ് കോഴ്സ് ആ ഒരു സെറ്റിൽ ഒരു ദാൽ കറി ഉണ്ടാകും. നോർത്ത് ഇന്ത്യയിലെ ദാലില്ലാത്ത പരിപാടി ഇല്ലല്ലോ. പിന്നെ ഇത് ആ കാണുന്നത് നമ്മുടെ നാട്ടിലെ പക്കവടയൊക്കെ ഇല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഇതുപോലത്തെ ഒരു മസാലക്കറിയൊക്കെ വെച്ചിട്ട് വെക്കുന്നത്. പിന്നെ ഒരു മുളകിന്റെ ഒരു അച്ചാർ പോലത്തെ സംഭവമാണ് ആ റെഡ് കാണുന്നത്. പിന്നെ നടുക്കുള്ളതും ഒരു അച്ചാറാണ്. ബാക്കിയുള്ളതെല്ലാം ഗോതമ്പുണ്ടകളും. ആ കളറിൽ കാണുന്നത് ലഡുവാണ്. നമ്മുടെ മാളുകളുടെ ഒരു സിസ്റ്റം തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ഫുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സമാധാനത്തിലിരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വിന്റർ ആയതുകൊണ്ട് തന്നെ വെയിലുണ്ടെന്നുള്ളൂ, ചൂടൊന്നുമില്ല കേട്ടോ. വെയിലിന് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആണുള്ളത്. അങ്ങനെ ഗോതമ്പുണ്ടകൾ പെറുക്കി പെറുക്കി ഞങ്ങൾ കറിയിൽ മുക്കി കഴിച്ചു. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കഴിക്കാവുന്ന ഒരു ടേസ്റ്റ് ആണ്. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം, വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ശരിക്കും ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയത് ആൽബർട്ട് ഹാളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാം, കാരണം മെയിൻ ഫുഡാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം മസാല ചൗക്കിലോട്ട് പോയത്. അതുപോലെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഈ പ്രാവുകളെയൊക്കെ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത് എല്ലാവരും പറത്തി വിട്ടതിന് ശേഷം ഞങ്ങൾ ആൽബർട്ട് ഹാളിലോട്ട് എത്തി. അങ്ങോട്ടേക്ക് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 52 രൂപയാണ്. നമ്മുടെ വെഹിക്കിളിന് എക്സ്ട്രാ പാർക്കിംഗ് ചാർജും വരും. ഈ ആൽബർട്ട് ഹാൾ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലസ് തന്നെയാണ്. ഇങ്ങോട്ട് നോക്കൂ ഗായ്സ്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ നേരെ ക്യാമറ കാണിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലുള്ള ഒരു പാലസിന് ബ്രിട്ടീഷ് ടച്ചുള്ള ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്നുള്ള പേര് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ആ കഥ അറിയുന്നതിന് മുമ്പേ ജയ്പൂരിന് എങ്ങനെ പിങ്ക് സിറ്റി എന്നുള്ള പേര് വന്നതെന്നുള്ളത് അറിയണം. അതായത് 1876 ബ്രിട്ടീഷ് രാജകുമാരനായിട്ടുള്ള ആൽബർട്ട് എഡ്വാർഡ് ഇന്ത്യ സന്ദർശിക്കാൻ വരവുണ്ടായി. ആ സമയത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് നല്ല ടേംസിലുണ്ടായിരുന്ന രാജാക്കന്മാരായിരുന്നു രാജസ്ഥാനിലുണ്ടായിരുന്നു. സോ ആൽബർട്ട് എഡ്വേർഡിന്റെ വിസിറ്റ് ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റാലിറ്റി കളറായിട്ടുള്ള പിങ്ക് കളർ കൊണ്ട് ജയ്പൂർ സിറ്റി ആകെ നിറച്ചു. അതായത് വാൾസിലും ബിൽഡിങ്സിലും ഒക്കെ കംപ്ലീറ്റ് പിങ്ക് കളർ അടിച്ചത് ഈ ആൽബർട്ട് എഡ്വേർഡിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹമാണ് ജയ്പൂരിന് പിങ്ക് സിറ്റി എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നമ്മുടെ രാജസ്ഥാനിലെ മഹാരാജാവ് ഒരു മ്യൂസിയം പണിയുകയും ആ മ്യൂസിയത്തിന് ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പേരിടുകയും ചെയ്തു. ഒരു ഇന്തോ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റിന്റെ ഒരു കമ്പൈൽഡ് വേർഷനാണ് ഈ ഒരു ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കരകൗശല സാധനങ്ങളൊക്കെ എക്സിബിഷന് വെക്കാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്ത സാധനങ്ങളും ഇതുപോലെ പെയിന്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് കാണാവുന്ന രീതിയിൽ ഇതുപോലെ ഒരു എക്സിബിഷന് വെക്കും. വെള്ളം ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോട്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഇതെല്ലാം ഒറ്റ കല്ലിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള ശില്പങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഞങ്ങളെപ്പോലെ അവിടെ കുറേ മലയാളീസും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പരസ്പരം സംസാരിക്കുന്നത്, നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോൾ നമ്മളുടെ യൂഷ്വൽ ചോദ്യം നാട്ടിലെവിടെയാണെന്നുള്ളതൊക്കെ ചോദിച്ച് കുറേ മലയാളീസിനെ നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് റെയർ ആൻഡ് റെയറസ്റ്റ് തിങ് ഇൻ ദ എക്സിബിഷൻ ആണ്. അതായത് ഈജിപ്തിലെ മമ്മിയാണ് ഈ കിടക്കുന്നത് കേട്ടോ. അവിടെ എക്സിബിഷന് വെച്ചിട്ടുള്ള എല്ലാ തിങ്സിൻ്റെയും കൂടെ ഒരു നോട്ട്സ് ഉണ്ടാകും. ആ നോട്ട്സിൽ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. നമുക്കതിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ മ്യൂസിയം എക്സിബിഷൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് റാം നിവാസ് ഗാർഡൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ജയ്പൂരിൽ. ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിന് ഗവൺമെന്റ് സെൻട്രൽ മ്യൂസിയം എന്നുള്ള പേരും കൂടെ ഉണ്ട് കേട്ടോ. 19th സെഞ്ച്വറിയിലെ ബെസ്റ്റ് മ്യൂസിയത്തിൽ ഒന്നായിട്ട് ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിന് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ്. കൂടാതെ 2008 ഇതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് മ്യൂസിയം ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ഹാൾ മ്യൂസിയം അല്ലെങ്കിൽ ഗവൺമെന്റ് സെൻട്രൽ മ്യൂസിയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാർബിളും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് പണിതിട്ടുള്ള മ്യൂസിയം നല്ല അങ്ങനെ നമ്മൾ അടുത്ത
ലൊക്കേഷൻ ആയിട്ടുള്ള ജൽമഹലിലോട്ടുള്ള യാത്രയാണ്. ഈ യാത്രയുടെ ഇടയിൽ നമ്മളിതേ ഒന്നുകൂടി ഹവാമഹൽ കണ്ടിട്ടുണ്ട്. ഹവാമഹലിന്റെ ബ്യൂട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നൈറ്റിൽ അതിന്റെ ലൈറ്റൊക്കെ വരുന്ന ആ ഒരു ഭംഗി തന്നെയാണ്. ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുന്നത് ഇപ്പോൾ ഒരു ഹോബി ആയിട്ട് കേട്ടോ. മണാലിയിലെയും ഗോവയിലെയും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ജയ്പൂരും ഡൽഹിയും ഒക്കെ ആഡ് ചെയ്യണം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ജൽമഹൽ ജയ്പൂരിന്റെ അടുത്ത ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നാണ്. ജൽമഹലിന്റെ ഉള്ളിലോട്ട് നമുക്ക് എൻട്രി ഇല്ല. ഇങ്ങനെ പുറത്തുനിന്ന് അത് കണ്ടിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ ഇത് റിസോർട്ടാക്കി ഇതുപോലെ നമുക്ക് കാണാനും അവിടെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ള രീതിയിലേക്ക് മാറ്റുന്നുണ്ടെന്നൊക്കെ കേട്ടു. 18-ാം നൂറ്റാണ്ടിൽ മാൻസിംഗ് സാഗർ ലേക്കിലാണ് ഈ ജൽമഹൽ പണിതിട്ടുള്ളത്. 3 നിലകളോട് കൂടിയിട്ടുള്ള ഈ ഒരു മഹലിന് രാജാക്കന്മാര് അവരുടെ സീക്രട്ട് അറകളൊക്കെ വെച്ച് അവരുടെ സ്വത്തൊക്കെ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള കിംവദന്തികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഏകദേശം പരിസമാപിക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി തിരിച്ച് ഡൽഹിയിലോട്ടേക്കുള്ള ബസ്സൊക്കെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്കധികം സമയമില്ല. സോ ഇപ്പൊ ഇനി കണ്ടു തീർക്കാനുള്ള 1-2 സ്പോട്ടുകളും കൂടി കണ്ട് നമ്മൾ ഈ യാത്ര ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ രാജസ്ഥാനിലോട്ടുള്ള യാത്രകൾ ഇനിയും ഉണ്ടാകും. കാരണം ഞങ്ങൾക്ക് രാജസ്ഥാൻ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളും ക്ലൈമറ്റും എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഉള്ളത്. ആര്യവല്ലി മലനിരകൾക്കിടയിൽ 700 അടി ഉയരമുള്ള നഹഗർ ഫോർട്ടിലോട്ടാണ് നമ്മുടെ ഈ യാത്ര. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺസെറ്റ് ആണ്. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് തൊട്ട് മുമ്പ് കയറിയിട്ടുള്ള ഗേറ്റർക്കി ഛത്രിയിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ വേഗം നഹഗർ ഫോർട്ടിലോട്ടേക്കുള്ള യാത്ര തുടങ്ങിയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് യൂറോപ്യൻ സ്റ്റൈലിലാണ് ഈ ഒരു കോട്ട പണിതിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഗേറ്റർക്കി ഛത്രിയാന്റെ തൊട്ടടുത്ത് ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കാണാം. ആ വഴിയും നമുക്ക് ഈ ഒരു നഹഗർ ഫോർട്ടിലോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റും. സൺസെറ്റ് കാണുന്നതാണ് ഈ ഒരു ഫോർട്ടിന്റെ മോസ്റ്റ് അട്രാക്ഷൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് കാണാൻ വേണ്ടി പോകുന്ന ആളുകളുടെ തിരക്കാണ് നമ്മൾ പോകുന്ന വഴി കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫോർട്ടിന് നഹഗർ ഫോർട്ട് എന്ന് പേര് വരാനുള്ള കാരണം അതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സുദർശൻ ഗർ എന്ന പേര് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫോർട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയ രാജകുമാരനായിട്ടുള്ള നഹർ സിംഗിന്റെ സ്പിരിറ്റ് അവിടെ വന്ന് ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർട്ടിനുള്ളിൽ ഒരു ടെമ്പിൾ പണിയുകയും അതിന് നഹർ സിംഗിന്റെ പേരിടുകയുമാണ് ചെയ്തതെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഫോർട്ട് നഹഗർ ഫോർട്ട് എന്ന് അറിയപ്പെടാനും തുടങ്ങി. 1734 ജയ്പൂരിന്റെ മഹാരാജാവായിരുന്ന സവൈ ജയ്സിംഗ് ആണ് ഈ ഒരു കോട്ട പണിതിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് 10 o'clock മുതൽ ഈവനിങ് 5:30 മാക്സ് ടു മാക്സ് 6 o'clock or 6:30 അതുവരെ ഉണ്ടാവുള്ളൂ ആ ഒരു ഫോർട്ട്. അപ്പൊ അതിനുള്ളിൽ തന്നെ വിസിറ്റ് നടത്താൻ വേണ്ടി നോക്കുക. അങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 52 രൂപയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റും ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചുറ്റും പടവുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു കുളവും ആ ഒരു ഫോർട്ടിലുള്ള അട്രാക്ഷനിൽ ഒന്നാണ്. ഓൾമോസ്റ്റ് ജയ്പൂർ സിറ്റി കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ജയ്പൂരിൽ ചെന്ന് കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് നഹഗർ ഫോർട്ട്. അങ്ങനെ നാഗർ ഫോർട്ടിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പയ്യെ തിരിച്ചു വന്ന് റൂമിലെത്തി നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ റെന്റിനെടുത്ത ബൈക്ക് തിരിച്ചു കൊടുക്കുകയും ഡിന്നറും കഴിച്ച് നമ്മളിത് ബുക്ക് ചെയ്ത് ബസ് എത്തിയിട്ടുണ്ട്. ന്യൂഗോയുടെ AC സെമി സ്ലീപ്പർ ബസ്സായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 മണിക്കാണ് ജയ്പൂരിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 4:20 ഒക്കെ ആകുമ്പോൾ ഡൽഹിയിൽ എത്തുന്നതായിരുന്നു എസ്റ്റിമേറ്റഡ് ടൈം. പക്ഷെ ഒരു 1 hour ബിഫോർ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫ്രിഡ്ജിലേക്ക് ഇറങ്ങിയ അവസ്ഥയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തണുപ്പായിരുന്നു ഡൽഹിയിൽ. ഇത് മുൻകൂട്ടി കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രക്ഷയില്ല. ജയ്പൂരിലേക്കുള്ള ഈ ഒരു ട്രാവൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.